Assalamualaikum guys, welcome to Sunny's Kitchen. നമുക്ക് ഇന്നിവിടെ തട്ടുകടയിൽ കിട്ടുന്ന അതേ രുചിയിലുള്ള മുട്ട ഗ്രേവിയും വെള്ളപ്പോയാലോ. 4 മണിക്കൂർ സ്റ്റോക്ക് ചെയ്ത് വെച്ച അരിയാണ്. അതൊരു ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ബൗൾ ചോറ് ചേർത്ത് കൊടുക്കണ്ട. അതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് അരച്ചെടുക്കുന്നത് വെള്ളം ഒഴിച്ചിട്ടല്ല, ഇത് തേങ്ങൻ്റെ വെള്ളമാണ്. നമ്മളത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിന് ഉഴുന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരിയും ചോറും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തരിയില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചെടുത്ത മാവ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ടോ ഈ പരുവത്തിൽ വേണം അരച്ചെടുക്കാൻ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അപ്പസോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതൊരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കിയാലോ. 4 വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. 7 മുട്ടയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. 2 തക്കാളി എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലുള്ളത്. കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, മുട്ട മസാല 1 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, മല്ലിയില, കറിവേപ്പില, ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം കടുക് ചേർത്ത് കൊടുക്കാം. വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. സവാള 4 സവാള അരിഞ്ഞിട്ടുള്ളത് നല്ല നൈസായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. നല്ല കുഞ്ഞിതായിട്ട് അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പില, മല്ലിയില ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര ടേബിൾ സ്പൂൺ മുട്ട മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മാത്രം ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് 1 സ്പൂൺ സോയാ സോസ് ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി. നമ്മുടെ മസാലകളെല്ലാം നന്നായിട്ട് വഴണ്ട് പാകമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചുടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യം മാത്രം ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ മസാല ഒന്ന് നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ പൊടികളുടെ എല്ലാം മണങ്ങളൊക്കെ ഒന്ന് പോയിട്ട് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് മാത്രം മുളക് പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ച മുട്ട ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഹാർഡായി പോകും. ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇവിടെ റോസ്റ്റ് ചെയ്യാനുള്ള മസാല ഇവിടെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ല പൊന്തി പാകമായി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പം പാകമായി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം. തട്ടുകടയിലത്തെ അതേ രുചിയിലുള്ള വെള്ളപ്പവും മുട്ട ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒരു വട്ടം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.